ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയുമില്ല. യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ നേടിയെടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഭൗതികമായ സന്തോഷം അല്ലെ. നല്ലൊരു ഭവനം വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ. നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ, സമ്പത്ത് ശേഖരിച്ചു വെക്കുമ്പോൾ, രോഗങ്ങൾ മാറുമ്പോൾ, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാറുണ്ട്. ആ സന്തോഷമെല്ലാം പലപ്പോഴും ഭൗതികമായ സന്തോഷമായിട്ട് മാറുക, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സന്തോഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാല് ഈശോ എന്നോട് പറയുന്നത് എന്താ? യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാം. യഥാർത്ഥ സന്തോഷം എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുന്നത്? ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ്. ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നന്മകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഭൂമിയിൽ സമ്പത്ത് ശേഖരിച്ചു വെച്ചാല് ഭൗതികമായ സന്തോഷം കിട്ടും. ഈ ഭൗതിക സന്തോഷത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാം? അത് നശിച്ചു പോകും. അതൊരിക്കലും നിലനിൽക്കുന്നതല്ല. എൻ്റെ യഥാർത്ഥ സന്തോഷം അല്ലെങ്കിൽ നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോട് ഒപ്പമായിരിക്കുക എന്നുള്ളതാ, ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാ, ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ഭൂമിയിലെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് അത് നേടിയെടുക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നേടിയെടുക്കും, ഇഷ്ടംപോലെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ കൊണ്ട് അത് അവസാനിച്ചു പോവുകയാണ്. ഈ സന്തോഷം ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഭൗതികമായ സന്തോഷത്തിന് അമിത പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട്, ദൈവത്തെ കണ്ടുമുട്ടിക്കൊണ്ട് യഥാർത്ഥ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ആരും നഷ്ടപ്പെടുത്താത്ത സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.